ഹായ് എവരി വൺ. നമ്മുടെ ചാനലിൽ കന്നഡ പഠിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ മലയാളത്തിലൂടെ കന്നഡ പഠിക്കാൻ വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ ഒരു വീഡിയോ തുടങ്ങുന്നത് ഹായ് എവരി വൺ എന്ന് പറഞ്ഞിട്ടാണ്. കന്നഡക്കാരെ മലയാളം പഠിപ്പിക്കുന്ന ഞാൻ മുഴുവൻ കന്നഡയിൽ സംസാരിക്കുന്ന വീഡിയോകൾ നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാരിಗೂ നമസ്കാര എന്ന് പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് ഈ നമസ്കാര എന്ന് പറയുന്നത് നമ്മുടെ നമസ്കാരം ഉണ്ടല്ലോ, നമസ്തേ എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതിന്റെ ഒരു കന്നഡയിൽ പറയുന്നതാണ് നമസ്കാര. ഓക്കെ, എല്ലാരിಗೂ എന്ന് വെച്ചാൽ എല്ലാവർക്കും എന്നാണ് അർത്ഥം. ഇന്ന് നമ്മുടെ തെലുഗു ക്ലാസ്സാണ്. ഓക്കെ, അപ്പം തെലുഗിൽ എല്ലാവർക്കും എന്ന് പറയുന്നത് അന്തരിക്കി എന്നാണ്. അന്തരു എന്ന് വെച്ചാൽ എല്ലാവരും, അന്തരിക്കി എന്ന് വെച്ചാൽ എല്ലാവർക്കും. നമസ്കാരം എന്ന് പറയുന്നത് നമസ്കാരം തന്നെയാണ്. കൃത്യമായിട്ട് നമസ്കാരമു എന്നാണ് വേണ്ടത്, പക്ഷേ സംസാര ഭാഷയിൽ അവർ പറയുന്നത് നമസ്കാരം എന്ന്, അത്രയേ ഉള്ളൂ. അപ്പം തെലുഗു ക്ലാസിന്റെ 4ാമത്തെ വീഡിയോയിലേക്ക് അന്തരിക്ക് നമസ്കാരം. നമ്മുടെ 1ാമത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ച കാര്യം ഞാൻ, നീ, നിങ്ങൾ, നമ്മൾ, ഞങ്ങൾ, അവൻ, അവൾ, അവർ, അത്, ഇത് ഇത്രയും വാക്കുകളാണ്. 2ാമത്തെ വീഡിയോയിൽ ഞാൻ തെലുഗിൽ എങ്ങനെ എണ്ണാം എന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. 3ാമത്തെ, അതായത് തൊട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് ക്രിയകൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നായിരുന്നു. ആ ക്രിയകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാ, പോ എന്ന് പറയുന്നതിന്റെ 3 പോ, വെള്ളു, വെള്ളിപ്പോ, പിന്നെ ചെയ്യ്, പറയ്, ചോദിക്ക്, കേൾക്ക്, വായിക്ക്, എഴുത്, പഠിക്ക്, ഇത്രയും കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നിരുന്നു. ഇന്ന് ഞാൻ വീണ്ടും ഒരു 10 ക്രിയകളായിട്ട് ആണ് ഞാൻ വന്നിരിക്കുന്നത്. 10 അല്ല 11. ഓക്കെ, അതിന് മുൻപായിട്ട് നമ്മുടെ കന്നഡ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ കന്നഡയിൽ ഓൾറെഡി ഇതുവരെ 60 ക്രിയകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ചെയ്യ്, ഓട്, ചാട്, പഠിക്ക്, എഴുത്, അലക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം തൊട്ട് മുൻപത്തെ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു തന്നിരുന്നു. അതായത് എന്തെങ്കിലും ചെയ്യാൻ പറയുന്നത് മാത്രമല്ല, ചെയ്യുന്നത് എന്നെങ്ങനെയാ പറയുന്നത്. ഒരു ഉദാഹരണത്തിന് കന്നഡ പറയുവാണ്, തെറ്റിദ്ധരിക്കരുത്. ചെയ്യ് എന്ന് കുട്ടികളോടോ നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരോട് പറയുന്നത് മാഡു എന്നാണ്. മുതിർന്നവരോട് പറയണമെങ്കിൽ മാടി എന്ന് പറഞ്ഞു വരണം. പക്ഷേ ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് മാടുവുതു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം മാഡു, മാടി, മാടുവുതു എന്ന് വെച്ചാൽ ചെയ്യ്, ചെയ്താലും, ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ഓതു, ഓതി, ഓതുവതു എന്ന് വെച്ചാൽ ഓതു എന്ന് വെച്ചാൽ വായിക്ക്, ഓതി എന്ന് വെച്ചാൽ വായിച്ചാലും, ഓതുവതു എന്ന് വെച്ചാൽ വായിക്കുന്നത്. അതേപോലെ തന്നെ തെലുങ്കിൽ ഞാനിപ്പോൾ ഓൾറെഡി 10 ക്രിയകൾ പറഞ്ഞു തന്നായിരുന്നല്ലോ. പക്ഷേ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു അത് പിന്നെ ആകാമെന്ന്. പക്ഷെ ഞാൻ അതിപ്പോ പറഞ്ഞു തരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്ന 10 ക്രിയകളുടെ ഒപ്പം നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഞാൻ എന്റെ ട്രിക്ക് പറഞ്ഞുതരാം, അതിന്റെ സിസ്റ്റം പറഞ്ഞുതരാം, അതിന്റെ ലോജിക്ക് പറഞ്ഞുതരാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ക്രിയകൾ ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് വാ, പോ എന്ന് പറഞ്ഞ വാക്കുകളാണ് ആദ്യം തന്നെ പറഞ്ഞത്. വാ എന്ന് പറയാണ്ട് രാ എന്നും, പോ എന്ന് പറയാണ്ട് പോ എന്നും. ഓക്കെ, അപ്പം വരുന്നത് എന്ന് പറയാനായിട്ട് രാവടം എന്ന് പറഞ്ഞു വരണം. ഓക്കെ, രാവടം. എല്ലാ ക്രിയകളുടെ ഒപ്പവും ആ ഡം എന്ന് പറഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ ചിലതിനൊപ്പം വടം എന്ന് പറഞ്ഞ് ചേർക്കണം, ചിലതിനൊപ്പം ആ വാക്ക് എന്തിലാണ് അവസാനിക്കുന്നത് അതിന്റെ ഒപ്പം ഡം എന്ന് പറഞ്ഞ് ചേർക്കണം. ഉദാഹരണം പറഞ്ഞുതരാം. രാ എന്ന് പറഞ്ഞാൽ വായോ. ഓക്കെ, വന്നാലും എന്ന് പറയാനായിട്ട് രണ്ടി എന്ന് പറഞ്ഞു തരണം. ഇനി വരുന്നത് എന്ന് പറയാനായിട്ട് രാവടം. മനസ്സിലായല്ലോ. ഇനി പോ എന്ന് പറയാനായിട്ട് പോ. പിന്നെ പോകൂ, പോയാലും എന്ന് മുദ്രനോട് പറയാനായിട്ട് ഞാൻ പറഞ്ഞു പോകേണ്ടെന്ന് അത് ഉപയോഗിക്കാറില്ല. പക്ഷെ പോകുന്നത് എന്ന് പറയാനായിട്ട് പോവടം എന്ന് പറഞ്ഞു വരണം. അതേപോലെ ഇനി പോ എന്ന് പറഞ്ഞ വേറെ വാക്കുണ്ട് വെള്ളു. വെള്ളു എന്ന് വെച്ചാൽ വീണ്ടും പോകും തന്നെയാണ് അർത്ഥം. മുതിർന്നോട് ദയവ് ചെയ്ത് പോയാൽ എന്ന് പറയാനായിട്ട് വെള്ളണ്ടി എന്ന് പറഞ്ഞു വരണം. പോകുന്നത് എന്ന് അവിടെ പറയാനായിട്ട് വെള്ളടം എന്ന് പറഞ്ഞു വരണം. ഓക്കെ, പിന്നെ വെള്ളിപ്പോവടം, ചെയ്യടം, ചെപ്പടം, അടുകടം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരും. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നിരിക്കുന്ന ക്രിയകൾ നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒപ്പം അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഡം എന്ന് പറഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ ആ വാക്കായി. ഞാൻ എല്ലാം പറയുന്നില്ല, കാരണം ഇന്ന് കുറച്ച് 10 പുതിയ വാക്കുകൾ പറഞ്ഞു തരാനുണ്ട്. ചിലപ്പം കുറച്ച് ടൈം കൂടുതൽ എടുക്കും, അതുകൊണ്ടാണ്. അപ്പം ഇന്ന് പറയാൻ പോകുന്ന 10 ക്രിയകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1ാമത് ഭക്ഷണം കഴിക്കൂ, തിന്നു എന്ന് വെച്ചാൽ. ഓക്കെ, തിന്നു എന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും വേറെ ഒരു വാക്കുകളുണ്ട്. നമ്മുടെ മലയാളത്തിലുണ്ടല്ലോ, തിന്നു വരണം, ഭക്ഷണം കഴിക്കൂ വരണം. കന്നഡയിൽ ഞാൻ പറഞ്ഞിരുന്നു തിന്നു, ഊട്ടമാടു, അങ്ങനെ 2 വാക്കുകളുണ്ട്. മലയാളത്തിൽ തിന്നു, ഭക്ഷണം കഴിക്കൂ. അതുപോലെ തെലുങ്കിലുള്ള 2 വാക്കുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 1ാമത്തത് തിന്നു. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാളം, കന്നഡ, തെലുഗു ഈ 3 ഭാഷയിലും തിന്നു എന്ന് പറഞ്ഞ ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പം തെലുങ്കില് ഭക്ഷണം തിന്നു പറയാനായിട്ട് തിന്നു എന്ന് പറഞ്ഞു വരണം. ഇനി മുതിർന്നവരോട് പറയാനായിട്ട് ബഹുമാനം കൊടുത്ത് പറയാനായിട്ട് തിന്നണ്ടി. ഇനി
തിന്നുന്നത് എന്ന് പറയാനായിട്ട് തിന്നടം എന്ന് പറഞ്ഞു തരണം. ഓക്കെ, തിന്നു, തിന്നണ്ടി, തിന്നടം. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കി. ഞാൻ പറഞ്ഞു 2 വാക്കുകളുണ്ട്. അപ്പം 3 ഭാഷയിലും 2 വാക്കുകൾ വീതമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ വാക്ക്. ആ രണ്ടാമത്തെ വാക്കാണ് ഭോജനം ചെയ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു ചെയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യൂ എന്നാണ് അർത്ഥം. ഈ ചെയ് എന്ന് പറഞ്ഞ വാക്ക് വേറെ കുറെ വാക്കുകളൊപ്പം ചേർത്ത് നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാം. നമ്മുടെ മലയാളത്തിൽ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. നമ്മൾ ഈ ചെയ് എന്ന് പറഞ്ഞ വാക്ക് മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് ചേർത്ത് പറയാണ്. ഒരു ഉദാഹരണത്തിന് ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ പറയുന്ന നേരത്ത് അവിടെ ക്ലിക്ക് ചെയ് എന്ന് നമ്മൾ പറയും ഇല്ലേ? അല്ലെങ്കിൽ ഇപ്പോ ഒരു ഉദാഹരണത്തിന് അമർത്ത് എന്ന് പറയുന്നത് പ്രസ് ചെയ്യുന്നു പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നു പറയും. അല്ലെങ്കിൽ നിർത്താൻ പറയാനായിട്ട് തൽക്കാലത്ത് നിർത്താൻ വേണ്ടി പോസ്റ്റ് ചെയ്യുന്നു പറയും. അപ്പൊ അങ്ങനെ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ വേറൊരു വാക്ക് വെച്ച് നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. ഒരു ഉദാഹരണത്തിന് സഹായം ചെയ്യാൻ നമുക്ക് പറയാം, സഹായം ചെയ്യാൻ. പക്ഷെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് സഹായിക്കി എന്ന് പറഞ്ഞ വാക്കാണ്. പക്ഷേ കന്നഡയിൽ ഞാൻ വീണ്ടും കന്നഡ പറയുന്നുണ്ടല്ലേ, കുഴപ്പമില്ല. കന്നഡയിൽ സഹായ മാടു എന്നാണ് അത് പറയുന്നത്. അല്ലാതെ സഹായ എന്ന് വെച്ച് വേറെ ഒറ്റ വാക്കായിട്ട് ഇല്ല. സഹായ മാടു, സഹായ മാടി, സഹായ മാടുവതു. അതേപോലെ തന്നെ ഇവിടെ ഈ തെലുങ്കിലും ഈ ചെയ് എന്ന് പറഞ്ഞ വാക്ക് വേറെ കുറെ വാക്കുകളുടെ ഒക്കെ ഒപ്പം ഉപയോഗിച്ച് അവര് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വാക്കാണ് ഈ ഭോജനം ചെയ് എന്ന് ഞാനിപ്പോ തന്നെ പറഞ്ഞത്. ഭോജനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മലയാളത്തിലുള്ള ഒരു വാക്കാണ്. മലയാളത്തിലെ വാക്കെന്ന് പറയാൻ പറ്റില്ല, സംസ്കൃത വാക്കാണ്. അതുകൊണ്ടാണ് ഇത് തെലുങ്കിലുള്ളത് മലയാളത്തിലുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മലയാളം തെലുങ്ക് തമ്മിൽ നല്ല സാമ്യമുണ്ടെന്ന്. അപ്പോ ഭക്ഷണം കഴിക്കുന്നതിന് പറയുന്നത് 2 വാക്കുകളുണ്ട്. 1 തിന്നു, 2 ഭോജനം ചെയ്. ഭോജനം ചെയ് എന്ന് കുട്ടികളോടോ നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരോട് പറയാനായിട്ട്, മുതിർന്നവരോട് പറയാനായിട്ട് ഭോജനം ചെയ്യണ്ടി. ഇനി ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറയാനായിട്ട് ഭോജനം ചെയ്യണം. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആവുന്നുണ്ടോ? കാരണം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു കുറച്ച് ഫാസ്റ്റ് ആണ്, എന്നാലും സാരമില്ല അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് കന്നഡ വീഡിയോക്ക് ആയിരുന്നു, അതായത് കന്നഡ പഠിപ്പിച്ചിരുന്ന വീഡിയോക്ക് ആയിരുന്നു. പക്ഷേ ഈ തെലുങ്ക് വീഡിയോയും കുറച്ച് ഫാസ്റ്റ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ചെറുപ്പം മുതലേ ഫാസ്റ്റായിട്ട് സംസാരിച്ച് ശീലമായി, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത വാക്ക് കുടിക്കൂ. ഭക്ഷണം കഴിക്കുന്നു പറയാനായിട്ട് 2 വാക്ക് കഴിഞ്ഞു. ഇനി കുടിക്കി എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നതാണ് താഗു. ഓക്കെ, താഗു. അപ്പം ഇത് കുട്ടികളോടോ പ്രായം കുറഞ്ഞവരോടോ പറയാനുള്ളതാണ്. മുതിർന്നവരോട് പറയണമെങ്കിൽ താഗണ്ടി എന്ന് പറഞ്ഞു വരണം. ഇനി കുടിക്കുന്നത് എന്ന് പറയാനായിട്ട് താഗടം എന്ന് പറഞ്ഞു വരണം. ഓക്കെ, ഇനി നാലാമത്തെ വാക്ക് തായോ കൊടുക്കൂ. ഇത് രണ്ടും കൂടിയാണ്. നമ്മുടെ കന്നഡ വീഡിയോസ് കണ്ടവർക്കറിയാം, കന്നഡയിൽ തായോ അല്ലെങ്കിൽ കൊടുക്കെന്ന് പറയാനായിട്ട് 2നും കൂടി ഒറ്റ വാക്കേ ഉള്ളൂ. ഇംഗ്ലീഷിലും 2നും കൂടി ഒറ്റ വാക്കേ ഉള്ളൂ. അതേപോലെ തന്നെ തെലുങ്കിലും ഒറ്റ വാക്കേ ഉള്ളൂ. അപ്പം കന്നഡ, തെലുഗു, ഇംഗ്ലീഷ് എല്ലാം കൂടി ഒറ്റ വാക്കേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മലയാളത്തില് തായോ എന്ന് പറയുന്നത് നമുക്ക് ഇതിലും തരുന്നത് തന്നെയാണ് അല്ലെ? നമുക്ക് കൊടുക്ക് എന്ന് പറഞ്ഞ വാക്ക് മറ്റുള്ളവർക്ക് ഇതിലും കൊടുക്കുകയാണ്. പക്ഷേ കന്നഡക്കാർക്കും തെലുങ്കുമാർക്കും ഇംഗ്ലീഷുകാർക്കും ഒക്കെ ഈ മലയാളം പഠിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്ക് മനസ്സിലാവില്ല എന്താണ് തരുന്നതും കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അവർക്കറിയില്ല. കാരണം എല്ലാം ഗിവ് ആണ്. ഗിവ്, ഇംഗ്ലീഷിൽ ഗിവ്. ഓക്കെ, കന്നഡയിൽ കൊടു, തെലുങ്കിൽ ഇവു എന്നാണ് ആ വാക്ക്, ഇവു. ഓക്കെ, ഇവു എന്ന് പറഞ്ഞാൽ താ അല്ലെങ്കിൽ കൊടുക്ക്. എനിക്ക് തന്നാലും മറ്റൊരു കൊടുത്താലും അത് ഇവു തന്നെയാണ്. അപ്പോ ബഹുമാനം കൊടുത്ത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എന്ന് പറഞ്ഞു വരണം. അറിയാലോ, ഈ ഡി എന്ന് പറഞ്ഞ വാക്ക് എല്ലാ വാക്കുകളുടെയും എല്ലാ ക്രിയകളിലും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബഹുമാനം കൊടുക്കുന്ന വാക്കായി. അത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല, അതിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവു എന്ന് വെച്ചാൽ ഒന്നുകിൽ എനിക്ക് താ, ഒന്നുകിൽ എനിക്ക് ഇവു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇവു. ഓക്കെ, അതാണ് ഈ ഇവു എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം കാരണം ഒന്നുകിൽ എനിക്ക് താ അല്ലെങ്കിൽ മറ്റുള്ളവർ കൊടുക്കുന്ന പറഞ്ഞ രസമില്ല, അതാണ്. അപ്പം നമുക്ക് ഇവുന്നതിനെയും മറ്റുള്ളവർക്ക് ഇവുന്നതിനെയും നമ്മൾ തെലുങ്കിൽ ഇവു എന്ന് തന്നെയാണ് പറയുന്നത്. തെലുങ്കുമാരെന്നെ അടിക്കാൻ പറ്റില്ലെന്ന് വിചാരിക്കുന്നു. അതായത് മലയാളം മനസ്സിലാകുന്ന തെലുങ്കന്മാർ. ഓക്കെ, അപ്പോ ഇവു, ഇവണ്ടി, ഇവടം. ഓക്കെ, ഇവടം എന്ന് പറഞ്ഞാൽ തരുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത്. അടുത്തത് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് സഹായിക്കൂ എന്ന് പറഞ്ഞ വാക്ക്. അപ്പോ മലയാളത്തിൽ സഹായിക്കൂ എന്ന് പറഞ്ഞ വാക്കുണ്ട്, പിന്നെ സഹായം ചെയ്യുമോ, സഹായം ചെയ്തു തന്നാലോ എന്നൊക്കെയുള്ള വാക്കുണ്ടല്ലോ. പക്ഷേ കന്നഡയിൽ ഞാൻ പറഞ്ഞു സഹായമാടു, സഹായമാടി, സഹായമാടുവതു. അതേപോലെ തന്നെയാണ് തെലുങ്കിലുള്ളത്. ഈ ഇംഗ്ലീഷിൽ ഗിവ് ഹെൽപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ഓഫർ ഹെൽപ്പ് എന്ന് പറയും, പിന്നെ ചുമ്മാ ഹെൽപ്പ് എന്നും പറയും. ഓക്കെ, ഐ വിൽ ഗിവ് യു ദ ഹെൽപ്പ് ദാറ്റ് ഈസ് റിക്വയർഡ് എന്ന് വെച്ചാൽ നിനക്ക് വേണ്ട സഹായം ഞാൻ ചെയ്തു തരാം. ഐ വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞാൽ മതി, സിമ്പിൾ ആയിട്ട് ഞാൻ നിന്നെ സഹായിക്കാം. അപ്പം ആ ഒരു കാര്യത്തിൽ ഇംഗ്ലീഷും മലയാളം തമ്മിൽ നല്ല സാമ്യമുണ്ട്. ശരിക്കും ഇംഗ്ലീഷും മലയാളം തമ്മിൽ നല്ല സാമ്യമുണ്ട് ഗ്രാമറിൽ. ഓക്കെ, നമുക്ക് മലയാളികൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ഞാൻ വീണ്ടും വിഷയത്തിൽ തെന്നി മാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? സഹായം ചെയ്യുക. സഹായം ചെയ്യുക എന്ന് പറയുന്നതിന് തെലുങ്കിൽ പറയുന്നതാണ് സഹായം ചെയ്. ഓക്കെ, ഇത് കേട്ടിട്ട് ഇത് മലയാളമാണോ തെലുഗാണോ എന്ന് തോന്നുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞല്ലോ, കന്നഡയും തെലുഗും തമ്മിൽ എത്ര സാമ്യമുണ്ടോ അതിന്റെ ഒരു ലെറ്റ്സ് സേ ഒരു 10 ഇരട്ടിയെങ്കിലും സാമ്യം മലയാളവും തെലുഗും തമ്മിലുണ്ട്. കാരണം എല്ലാ ഭാഷയും ഉത്ഭവിച്ചത് സംസ്കൃതത്തിലാണ്. പക്ഷേ തെലുഗു കൂടുതൽ സംസ്കൃതത്തിൽ എടുത്തിട്ടുണ്ട്, മലയാളം കൂടുതൽ സംസ്കൃതത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാലോ. അപ്പോ ചെയ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നു. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. വേറെ കുറെ വാക്കുകളിലൊപ്പം അവർ ഉപയോഗിക്കും, ഇംഗ്ലീഷ് വാക്കുകളിലൊപ്പം മാത്രമല്ല നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പോലെ. ആദ്യത്തെ ഇതിൽ ഞാൻ പറഞ്ഞ കുറച്ച് ചെയ് എന്ന് പറഞ്ഞത് ആദ്യത്തെ 10 ഞാൻ ചെയ് എന്ന് പറഞ്ഞ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇപ്പൊ രണ്ടാമത്തേല് ഓൾറെഡി ഞാൻ പറഞ്ഞു ഭോജനം ചെയ്, ഇപ്പൊ രണ്ടാമത്തത് സഹായം ചെയ്. അങ്ങനെയാണെങ്കിൽ സഹായം ചെയ്താലും ചെയ്തു തരുമോ എന്ന് മുതിർന്നോട് പറയാനായിട്ട് സഹായം ചെയ്യണ്ടി എന്ന് വേണം പറയണം. ഓക്കെ, ഇനി വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ സഹായം ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് സഹായം ചെയ്യണം. ഓക്കെ, അടുത്ത വാക്കും ചെയ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യുന്നതിന് നമുക്ക് മലയാളത്തിലും ജോലി ചെയ് എന്ന് പറഞ്ഞ ഒറ്റ വാക്കാണ്. അല്ലാതെ ജോലിക്ക് എന്ന് നമ്മൾ പറയാറില്ലല്ലോ. നീ പോയി ജോലിക്കടാ എന്ന് പറയാറില്ലല്ലോ. നീ പോയി ജോലി ചെയ്യടാ എന്നല്ല പറയാറ്, അല്ലെങ്കിൽ പണി ചെയ്യുന്നല്ല പറയാറുള്ളൂ. ഓക്കെ, ഇത് ഈ വാക്ക് എന്താണെന്ന് തെലുങ്കിൽ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഓക്കെ, ഈ യൂട്യൂബിൽ ഇപ്പോൾ വരുന്ന ഒരു ട്രെൻഡ് അതാണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ജോലി ചെയ് എന്ന് തെലുങ്കിൽ പറയുന്നത്, ജോലി എന്നതിന് തെലുങ്കിൽ പറയുന്നത് അറിയാവോ? പണി. ഓക്കെ, അപ്പം ജോലി ചെയ്യുന്ന തെലുങ്കിൽ പറയുന്നത് പണി ചെയ് എന്നാണ്. പണി ചെയ്. ഓക്കെ, പണി ചെയ്യുന്ന വെച്ചാൽ കുട്ടികളോടോ, അല്ലെങ്കിൽ കുട്ടികൾ നമ്മൾ പണി ചെയ്യാൻ പറയാറില്ല, നമ്മളവർക്ക് പണി കൊടുക്കാറുണ്ട്. മുതിർന്നവരോട് ജോലി ചെയ്താലും എന്ന് പറയുന്നത് പണി ചെയ്യണ്ടി എന്നാണ്. ഓക്കെ, പണി ചെയ്, പണി ചെയ്യണ്ടി, പണി ചെയ്യണം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ 6 ക്രിയകളിൽ ഓക്കെ, തിന്നു, ഭോജനം ചെയ്, താകു, ഇവു, സഹായം ചെയ്, പണി ചെയ്, ഇതിനകത്ത് ഈ ഇവു, താകു ഈ 2 വാക്കുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം നമ്മുടെ മലയാളം പോലെ തന്നെയാണ്. തിന്നു, മലയാളം നമ്മൾ തിന്നു പറയും. ഭോജനം ചെയ്, ഭോജനം നമ്മുടെ ഈ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ നമ്പൂതിരിമാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണത്. സഹായം ചെയ്, സഹായം ചെയ്, മലയാളം തന്നെ. പണി ചെയ്. ഓക്കെ, പക്ഷെ നമ്മള് ഞാൻ പറഞ്ഞല്ലോ ചെയ് എന്ന് പറഞ്ഞു വരണം. ഓക്കെ, അത് സംസാരിക്കുന്ന നേരത്തെ നമുക്ക് ശരിയായിക്കോളും. ഓക്കെ, അപ്പോ പണി ചെയ് കഴിഞ്ഞു, 6ാമത്തെ കഴിഞ്ഞു. ഇനി 7, 8, 9, 10. 7ാമത്തെ വാക്ക് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ വാക്ക്. ഓക്കെ, വർക്ക് ഈസ് വർഷിപ്പ്. അപ്പം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് പ്രാർത്ഥനയാണ്. അപ്പോ പ്രാർത്ഥിക്കുക എന്ന് തെലുങ്കിൽ പറയാനായിട്ട് കന്നഡയിൽ പ്രാർത്ഥിക്കുന്ന പറയുന്നത് പ്രാർത്ഥനെ മാടു എന്നാണ്. ഓക്കെ, അപ്പം നമ്മുടെ മലയാളത്തിലെ പ്രാർത്ഥന, കന്നഡയിലെ പ്രാർത്ഥനെ, ഇനി തെലുങ്കിൽ പ്രാർത്ഥിഞ്ചു എന്ന് പറഞ്ഞു തരണം. പ്രാർത്ഥിഞ്ചു. ഇവിടെ ഒരു നമ്മുടെ മലയാളത്തിൽ ഞാൻ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മലയാളത്തിൽ നമുക്കത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മലയാളത്തിൽ നമ്മൾ എഴുതുന്ന പോലെയല്ല നമ്മൾ വായിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ കിട്ടിയൊരു ഉദാഹരണമാണ് അപർണ. നമ്മൾ ആ പർണ എന്ന് പറഞ്ഞ് എഴുതുകയും അപർണ എന്ന് പറഞ്ഞ് വായിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ആ പ ബായല്ല. അപ്പം പ്രാർത്ഥനയ്ക്ക് നമ്മൾ ശരിക്കും എഴുതുന്നത് പ്രാ എർ ത ചുമ്മാ ത, അതിനുശേഷം ഥ, രണ്ടാമത്തെ ത അല്ലെ. നമുക്ക് ഈ തായും തായും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ? ദായും ധായും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ? ഇല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ ശരിക്കും എഴുതുന്നത് പ്രാർത്ഥന എന്നാണ്, അല്ലെങ്കിൽ പ്രാർത്ഥന എന്നാണ് ശരിക്കും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. അത് നമ്മൾ പ്രാർത്ഥന എന്ന് പറഞ്ഞ് വായിക്കുന്നു. തെലുങ്കിൽ അവരെഴുതുന്ന പോലെ വായിക്കുന്നു. അവർക്ക് ആ ആദ്യത്തെ താ ഇല്ല, രണ്ടാമത്തെ താ മാത്രമേ ഉള്ളൂ. അപ്പം പ്രാർത്ഥിഞ്ചു എന്ന് പറഞ്ഞു വരണം. അത് ധ അല്ല, അല്ലെങ്കിൽ ഈ ധായുമല്ല, അത് ധ ആണ്. ധ, പ്രാർത്ഥിഞ്ചു. ഓക്കെ, നമുക്ക് കൃത്യമായിട്ട് എപ്പോഴും പ്രൊണൗൺസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. തെലുങ്കന്മാരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, തെലുഗു സിനിമകൾ കണ്ടാലും മതി. തെലുഗു സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്ത് ഓട് ഓട് പിടിക്കി പിടിക്കി എന്ന് പറയുന്നത് കാണാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ടുള്ള, അതായത് തെലുഗു സിനിമ തെലുങ്കിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഞാൻ പറഞ്ഞ മനസ്സിലാവും. ഈ ഡബിങ് ചെയ്ത സിനിമകൾ അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് ഈ പെരിയ ഓന്തൊക്കെ നമ്മുടെ തമിഴിൽ വന്ന് നമ്മൾ കണ്ടതല്ലേ. അതാണ്. അപ്പം അടുത്തത് നിൽക്ക് എന്ന് പറയാനായിട്ട്. ഞാൻ ഇത് പറഞ്ഞില്ല അല്ലേ. പ്രാർത്ഥിച്ചു എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കൂ. കുട്ടികളോടോ സമപ്രായക്കാരോടും കൂടിയേ, ചുമ്മാ പ്രായം കുറഞ്ഞത് മാത്രമല്ല, സമപ്രായക്കാരോട്. മുതിർന്നവരോട് പറയാണ്ട് പ്രാർത്ഥിഞ്ചണ്ടി. ഓക്കെ, പ്രാർത്ഥിഞ്ചണ്ടി എന്ന് പറഞ്ഞു വരണം.
പ്രാർത്ഥിഞ്ചടം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് എന്നായി. അപ്പോ എത്ര വാക്കായി? 7 വാക്കായി. ഇനി 8, 9, 10, 11 4 വാക്കുകൂടി പറഞ്ഞുതരാം. എട്ടാമത്തത് നിൽക്ക് എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നതാണ് നിൻചോ. ഓക്കെ, നിൻചോ എന്ന് വെച്ചാൽ നിൽക്കൂ. ഇതിന് മുതിർന്നവരോട് പറയാനായിട്ട് ഞാൻ തന്നെ കൃത്യമായിട്ട് പറയുമെന്ന് എനിക്കറിയത്തില്ല, കാരണം നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അത്രയും എളുപ്പമല്ല. നിൻച്ച്കോണ്ടി. ഓക്കെ, എനിക്കിത് പറയേണ്ട സാഹചര്യങ്ങളിൽ ഞാൻ ഇംഗ്ലീഷൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ചില വാക്കുകളൊക്കെ അങ്ങനെയാണല്ലോ, നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ നമ്മളത് ഇംഗ്ലീഷ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ. ഇംഗ്ലീഷ് വെച്ച് പിന്നെ അതിന്റെ ഒപ്പം കുറച്ചൊക്കെ തെലുഗും കന്നഡയൊക്കെ മിക്സ് ചെയ്താൽ ഇവർ വിചാരിക്കും നമുക്ക് കുറെ തെലുഗ് അറിയാം. പക്ഷെ പഠിക്കാം നമുക്ക്. ഓക്കെ, നിൻചോ എന്ന് ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളോടോ സമപ്രായക്കാരോടോ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ പറയാനായിട്ട് നിൻച്ച്കോണ്ടി എന്ന് വെച്ചാൽ ദയവ് ചെയ്ത് നിന്നാലും എന്ന് മുതിർന്നോട് പറയാനായിട്ട്. ഓക്കെ, നിൻച്ച്കോണ്ടി. അടുത്തത് കുർച്ചോ. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ്, കാരണം ഞാൻ ഏറ്റവും ആദ്യം പഠിച്ച ഒരു തെലുഗു വാക്ക് ഇതാണെന്ന് തോന്നുന്നു. ഇതും പിന്നെ രണ്ടി ആണ് ഏറ്റവും ആദ്യം പഠിച്ചത്. പിന്നെ കുർച്ചോ. ഓക്കെ, കുർച്ചോ അതിന്റെ ബഹുമാനപൂർവ്വമായതാണ് ഞാൻ ആദ്യമായി പഠിച്ചത്. ഓക്കെ, ഇങ്ങനെ മുതിർന്നവരോട് വേറെ കുട്ടികളോട് വേറെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഇരിക്കി എന്ന് പറയാനുള്ള വാക്കാണ് കുർച്ചോ. ഓക്കെ, നിൻചോ, കുർച്ചോ. നിൻചോ എന്ന് വെച്ചാൽ നിൽക്ക്, കുർച്ചോ എന്ന് വെച്ചാൽ ഇരിക്കി. ഈ കുർസി നമ്മൾ കേട്ടിട്ടില്ലേ ഹിന്ദിയിൽ, എന്ന് വെച്ചാൽ കസേര എന്നർത്ഥം. അപ്പം അതിൽ നിന്ന് വന്നാണോ എനിക്കറിയില്ല, എല്ലാ ഭാഷയും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സാമ്യമൊക്കെ ഉണ്ടല്ലോ. ഒരു ഭാഷയിലെ കുറെ വാക്കുകൾ മറ്റുള്ള ഭാഷയിൽ നിന്നും എടുത്തിട്ടുണ്ട്, കടമെടുത്തിട്ടുണ്ട്. അപ്പം കുർച്ചോ എന്ന് വെച്ചാൽ ഇരിക്കി. ഇതിന്റെ ബഹുമാനപൂർവ്വം പറയുന്നത് കുർച്ചോണ്ടി. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ആദ്യം പഠിച്ച ഒരു തെലുഗു വാക്ക് രണ്ടി എന്നാണ്, പിന്നെ പഠിച്ചത് കുർച്ചോണ്ടിയാണ്. ഓക്കെ, പിന്നെ പഠിച്ചത് ചെപ്പണ്ടിയാണ്. അപ്പം ഞാനിത് പറയുന്ന കാലത്ത് ആൾക്കാരെന്നെ കളിയാക്കിയിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2010, 11, 12, 13 ടൈമിൽ ആന്ധ്രാപ്രദേശിലായിരുന്നപ്പം തെലങ്കാനയിലായിരുന്നപ്പം അന്ന് ഇങ്ങനെ അറിയാവുന്ന തെലുഗു വാക്കുകളൊക്കെ നമ്മൾ എടുത്തങ്ങ് ഉപയോഗിക്കില്ലോ. ഒരു ഭാഷ നമ്മൾ പഠിക്കുന്ന നേരത്ത് എന്തൊക്കെ അറിയാം അത് എല്ലാ സിറ്റുവേഷനിലും ഉപയോഗിക്കും. നമ്മൾ ലാലേട്ടൻ അതാണ് ഉപയോഗിച്ചത്. ഗോ ടു യുവർ ക്ലാസ്സസ് എന്ന് എല്ലാ സിറ്റുവേഷനിലും പോയി പറഞ്ഞായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ആരെങ്കിലും വരുവാണെങ്കിൽ രണ്ടി, കുറിച്ചോണ്ടി, ചെപ്പണ്ടി, വരൂ, ഇരിക്കൂ, പറഞ്ഞാലും എന്നാണ്. അപ്പം അതൊക്കെ വെച്ച് തന്നെ കുറെ കളിയാക്കലൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ കുറെ കളിയാക്കലോട് ഞാൻ കുറെയൊക്കെ പഠിച്ചു, കുറെയൊക്കെ ഭാഷ പഠിച്ചു. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഭാഷ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറെയൊക്കെ കളിയാക്കലിലൂടെയും കുറെയൊക്കെ തൊലിക്കട്ടിയും വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം കുറിച്ചോ എന്ന് വെച്ചാൽ ഇരിക്കൂ, കുറിച്ചോണ്ടി എന്ന് വെച്ചാൽ വാച്ചില്ലല്ലോ, കുറിച്ചോണ്ടി എന്ന് വെച്ചാൽ ഇരുന്നാലെന്ന് മുതൽ പറയാനായിട്ട്. അവസാനത്തെ 2 വാക്ക് പെട്ടെന്ന് പറയാം. 1 അടക്കി, 2 തുറക്ക്. ഓക്കെ, ആദ്യം തുറക്ക് പറയാം, പിന്നെ അടക്കി പറയാം. ഓക്കെ, തുറക്ക് എന്ന് പറയാനായിട്ട് പറയുന്നതാണ് തീ. ഓക്കെ, തീ, നമ്മുടെ ഈ ഫയർ മലയാളത്തിലെ അതാണ് തീ. പക്ഷെ തീ എന്ന് മാത്രം പറയുന്നത് തീ എന്ന് വെച്ചാൽ തുറക്ക് എന്നാണ് അർത്ഥം. തീയണ്ടി എന്ന് വെച്ചാൽ തുറന്നാലും എന്ന് മുതിർന്ന് പറയാനായിട്ട്. ഇനി അടക്കി എന്ന് പറയുന്നത് മുയ് എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് തമിഴ് അറിയാമെങ്കിൽ തമിഴുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്, ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഓക്കെ, അടക്കി എന്ന് പറയുന്നത് മുയ് എന്നാണ്. ഇനി മുതിർന്നവരോട് അടച്ചാലും എന്ന് പറയുന്നത് മുയണ്ടി എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പറയുന്നുള്ളൂ. ഇതുവരെ പഠിച്ച എല്ലാ വാക്കുകളും ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. തിന്നു, ഭോജനം ചെയ്, താഗു, ഇവ്വു, സഹായം ചെയ്, പണി ചെയ്, പ്രാർത്ഥിച്ചു, നിഞ്ചോ, കുറിച്ചോ, തീ, മുയ്. ഇതിനൊക്കെ ബഹുമാനപൂർവ്വമായത് നിങ്ങൾക്ക് ഓൾറെഡി അതിന്റെ ലോജിക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. തിന്നണ്ടി, ഭോജനം ചെയ്യേണ്ടി, താകണ്ടി, ഇവ്വണ്ടി, സഹായം ചെയ്യേണ്ടി, പണി ചെയ്യേണ്ടി, പ്രാർത്ഥിച്ചണ്ടി, നിഞ്ചുകൊണ്ടി, കുറിച്ചോണ്ടി, തീയണ്ടി, മുയണ്ടി. ഓക്കെ, 2 കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഇത് വെച്ച് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം. ഞാൻ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, നീവു അല്ലെങ്കിൽ മീരു എന്ന് പറഞ്ഞ് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം. ഒരു ഉദാഹരണത്തിന്, നീവു തിന്നു. ഓക്കെ, നുവു തിന്നു എന്നാണ് കുറച്ചും കൂടി സ്പോക്കൺ ലാംഗ്വേജ്. നീവു തിന്നു അല്ലെങ്കിൽ നുവു തിന്നു. നീവു ഭോജനം ചെയ് അല്ലെങ്കിൽ നുവു ഭോജനം ചെയ്. നീവു താഗു അല്ലെങ്കിൽ നുവു താഗു. നീവു ഇവ്വു അല്ലെങ്കിൽ നുവു ഇവ്വു. നീവു സഹായം ചെയ് അല്ലെങ്കിൽ നുവു സഹായം ചെയ്. നീവു പണി ചെയ് അല്ലെങ്കിൽ നുവു പണി ചെയ്. നീവു പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ നുവു പ്രാർത്ഥിച്ചു. നീവു നിഞ്ചോ അല്ലെങ്കിൽ നുവു നിഞ്ചോ. നീവു കുറിച്ചോ അല്ലെങ്കിൽ നുവു കുറിച്ചോ. നീവു തീ അല്ലെങ്കിൽ നുവു തീ. നീവു മുയ് അല്ലെങ്കിൽ നുവു മുയ്. ഇതിനകത്ത് നീവു പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മളെപ്പോഴും നീ ഇരിക്കി, നീ പറയ്, നീ സംസാരിക്കി, നീ പോ എന്ന് നമ്മൾ പറയാറില്ലല്ലോ. പോ, വായോ, പ്രാർത്ഥിക്കി എന്ന് നമ്മൾ പറയാറുള്ളൂ. ഓക്കെ, വേണമെങ്കിൽ മീരു വെച്ചും പറയാം. അതായത് മീരു തിന്നണ്ടി, മീരു ഭോജനം ചെയ്യണ്ടി, മീരു താകണ്ടി, മീരു ഇവണ്ടി, മീരു സഹായം ചെയ്യണ്ടി, മീരു പണി ചെയ്യണ്ടി, മീരു പ്രാർത്ഥിച്ചണ്ടി, മീരു നിഞ്ചുകൊണ്ടി, മീരു കുറിച്ചോണ്ടി, മീരു തീയണ്ടി, മീരു മുയ്യണ്ടി. അതേപോലെ തന്നെ
അന്ന് ഞാൻ പറഞ്ഞ രാ എന്ന് പറഞ്ഞ വാക്ക് എന്ന് വെച്ചാൽ എടാ എന്ന് പറഞ്ഞ അർത്ഥത്തിൽ, അതായത് തിന്നുറ, തിൻറ. ഓക്കെ, ഞാൻ അന്ന് പറഞ്ഞു രാറ, പോറ, വെൽറ എന്ന് നമുക്ക് പറയാവുന്നത്. അതായത് റ എന്ന് വെച്ചാൽ വാട എന്നാണ് അർത്ഥം. ഓക്കെ, അതേപോലെ തന്നെ തിന്നട എന്ന് പറയാനായിട്ട് തിൻറ, ഭക്ഷണം കഴിക്കുന്ന പറയാനായിട്ട് ഭോജനം ചെയ്റ, കുടിക്കുക എന്ന് പറയാനായിട്ട് താഗ്ര, താഴ എന്ന് പറയാനായിട്ട് ഇവ്ര. ഓക്കെ, അങ്ങനെ നമുക്ക് റാ വെച്ചിട്ടും ഉപയോഗിക്കാം വാക്കുകൾ. എല്ലാം ഞാൻ പറയുന്നില്ല, കാരണം കുറച്ചൊക്കെ നിങ്ങളും ഹോംവർക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. കൂടുതൽ ക്രിയകളുമായി, കൂടുതൽ സെന്റൻസുകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.